വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന ഒരു വർഷമാണ് കടന്നുപോകുന്നത്. ആണവ ബാധിത ബില്ലിനെ ചൊല്ലി ഇടതുകക്ഷികളും പ്രതിപക്ഷവും ചേർന്ന് രണ്ടാം UPA ഗവൺമെന്റിനെ ഏറെ വെള്ളം കുടിപ്പിച്ചതിന് പിന്നാലെ 2G സ്പെക്ട്രം ലേലത്തിലെ അഴിമതി ആരോപണം ഗവൺമെന്റിനെ ഉലച്ചു. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഒരു ദിവസം പോലും പൂർണ്ണമായി ചേരാൻ പ്രതിപക്ഷം അനുവദിച്ചില്ല. രണ്ടാം തലമുറ ടെലികോം സേവനങ്ങൾക്കുള്ള ലൈസൻസ് ലേലത്തിൽ ആരോപണ വിധേയനായ കേന്ദ്രമന്ത്രി A. രാജയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. പ്രശ്നത്തിൽ JPC അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയത്. പ്രശ്നം CBIയുടെ അന്വേഷണത്തിലാണ്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട അഴിമതിയുടെ ഈ കറ പുറത്തുകൊണ്ടുവന്നത് മലയാളിയായ പത്രപ്രവർത്തകൻ ഗോപികൃഷ്ണൻ. മൂന്നാം തലമുറ ടെലികോം സേവനങ്ങൾക്കുള്ള 3G സ്പെക്ട്രം ലേലത്തിൽ 67.71 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റിന് ലഭിച്ചത്. കോമൺവെൽത്ത് ഗെയിംസ് വില്ലേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതി കണ്ടെത്തിയതാണ് കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കിയ മറ്റൊരു വിവാദം. അഴിമതി ആരോപണത്തെ തുടർന്ന് സുരേഷ് കൽമാടിക്ക് സ്ഥാനമൊഴിയേണ്ടി വന്നു. കോമൺവെൽത്ത് ഗെയിംസിന്റെ മുഖ്യവേദിയിലെ മേൽപ്പാലം നിർമ്മാണത്തിനിടെ തകർന്നു വീണത് നിലവാരമില്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫലമായിരുന്നു. എങ്കിലും കുറ്റമറ്റ രീതിയിൽ ഗെയിംസ് നടത്തി ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം കാക്കാൻ രാജ്യത്തിന് കഴിഞ്ഞു. കൊച്ചി IPL ഫ്രാഞ്ചൈസി ഉടമകളായ റൊൻഡേവു കൺസോർഷ്യം ടീമിന്റെ 19% ഓഹരികൾ സുനന്ദ പുഷ്കർക്ക് സൗജന്യമായി നൽകിയ നടപടി വിവാദമായതിനെ തുടർന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന ശശി തരൂരിന് രാജിവെക്കേണ്ടി വന്നതും കേന്ദ്ര ഗവൺമെന്റിന്റെ നിറം മങ്ങാൻ ഇടയാക്കി. മുംബൈ ആക്രമണത്തിന്റെ മുറിവുകൾ ഉണങ്ങും മുമ്പ് പൂനെയിലെ ഓഷോ ആശ്രമത്തിന് സമീപമുള്ള ജർമ്മൻ ബേക്കറിയിൽ തീവ്രവാദികൾ നടത്തിയ ബോംബ് സ്ഫോടനത്തിൽ 9 പേർ മരിച്ചത് രാജ്യത്തെ നടുക്കി. ഫെബ്രുവരി 14-നായിരുന്നു സ്ഫോടനം. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് മാവോവാദികൾ ഏറ്റവും വലിയ ഭീഷണി സൃഷ്ടിക്കുന്ന കാഴ്ചയാണ് 2010-ൽ ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ടത്. പശ്ചിമബംഗാൾ, ഒറീസ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലായി മാവോവാദികൾ നടത്തിയ ആക്രമണത്തിൽ 120 സുരക്ഷാ ഭടന്മാർ വധിക്കപ്പെട്ടു. ഛത്തീസ്ഗഡിൽ 2 തവണ സൈനികർക്ക് നേരെയും 1 തവണ സാധാരണ ജനങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് നേരെയും ആക്രമണമുണ്ടായി. 83 സൈനികർ ഉൾപ്പെടെ 119 പേർ കൊല്ലപ്പെട്ടു. പശ്ചിമ ബംഗാളിൽ 2 സൈനിക ക്യാമ്പുകൾ ആക്രമിച്ച് 24 സൈനികരെയാണ് മാവോവാദികൾ കൊലപ്പെടുത്തിയത്. ചുവപ്പ് ഭീകരർ അട്ടിമറിച്ച യാത്രാവണ്ടിക്കുമേൽ ചരക്കു തീവണ്ടി ഇടിച്ചുണ്ടായ അപകടത്തിൽ 76 യാത്രക്കാരും മരിച്ചു. ഒറീസയിലെ കെരാപുട്ട് ജില്ലയിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ 10 സുരക്ഷാ ഭടന്മാരെയും മാവോവാദികൾ കൊലപ്പെടുത്തി. ചുവപ്പ് ഭീകരതയുടെ മൃഗീയ മുഖത്തിന് 2010 സാക്ഷി. 1931 ശേഷം ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസിന് കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകി. ജാതി സെൻസസ് കേന്ദ്രമന്ത്രിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്ന് പ്രശ്നം പരിഹരിക്കാൻ മന്ത്രിസഭാ ഉപസമിതിക്ക് രൂപം നൽകിയിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തങ്ങളിലൊന്നായ ഭോപ്പാൽ ദുരന്തത്തിൽ യൂണിയൻ കാർബൈഡ് ഇന്ത്യയുടെ മുൻ ചെയർമാൻ കേശവ് മഹീന്ദ്ര ഉൾപ്പെടെ 7 പ്രതികൾക്ക് 2 വർഷം വീതം തടവും 1 ലക്ഷം രൂപ വീതം പിഴയും മജിസ്ട്രേറ്റ് കോടതി ശിക്ഷ വിധിച്ചു. കാലം മായ്ക്കാത്ത ദുരന്തത്തിന് വൈകിയെത്തിയ നീതി. ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 10 ലക്ഷവും അംഗവൈകല്യം സംഭവിച്ചവർക്ക് 5 ലക്ഷവും താൽക്കാലിക വൈകല്യം ബാധിച്ചവർക്ക് 3 ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകി കേന്ദ്ര ഗവൺമെന്റ് പാക്കേജ് കൊണ്ടുവന്നത് കഴിഞ്ഞ ജൂൺ 12-നാണ്. കൈപ്പിഴയ്ക്ക് 1/4 നൂറ്റാണ്ടിന് ശേഷം പരിഹാരം. ശ്രീനഗറിലെ അനന്ത്നാഗിൽ 3 യുവാക്കളെ പോലീസ് വെടിവെച്ച് കൊന്നതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾ അനേക ജീവനുകൾ അപഹരിച്ചു. സംഘർഷങ്ങൾ സൃഷ്ടിച്ച പ്രതിസന്ധികൾ പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വന്നു. സൊറാബുദ്ദീൻ ഷേഖ്, ഭാര്യ ഇഷ്റത്ത് തുടങ്ങിയവരെ വ്യാജ ഏറ്റുമുട്ടലിൽ വധിച്ച കേസിൽ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്ക് പങ്കുണ്ടെന്ന് CBI കണ്ടെത്തിയത് ഗുജറാത്ത് ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കി. അമിത്ഷാ പിന്നീട് രാജിവെച്ചു. അയോധ്യ തർക്കഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസിൽ അരനൂറ്റാണ്ടിന് ശേഷം അലഹബാദ് ഹൈക്കോടതി വിധി പറഞ്ഞത് സെപ്റ്റംബർ 30-ന്. സുന്നി വഖഫ് ബോർഡ്, നിർമോഹി അഗാഡെ, ഹിന്ദു മഹാസഭ എന്നീ കക്ഷികൾക്ക് ഭൂമി തുല്യമായി വീതിച്ചു നൽകാനാണ് 3 ജഡ്ജിമാരടങ്ങിയ പാനൽ വിധിച്ചത്. ആഗോളതലത്തിൽ ഇന്ത്യ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വർഷമായിരുന്നു 2010. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെയും ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസിയുടെയും സന്ദർശനം ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധയോടെയാണ് വീക്ഷിച്ചത്. ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗത്വത്തിന് ഇന്ത്യക്ക് അധികകാലം കാത്തിരിക്കേണ്ടി വരില്ലെന്നാണ് ഒബാമയുടെ സന്ദർശനത്തിന്റെ ആകത്തുക. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും രാഷ്ട്രപതി പ്രതിഭാ പാട്ടീലും കഴിഞ്ഞ വർഷം നടത്തിയ അനേകം വിദേശയാത്രകൾ വിവിധ രാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഇന്ത്യയുടെ നിലപാടുകൾ വിശദീകരിക്കാൻ ഉപകരിച്ചു. ആഗോള രാഷ്ട്രീയ പ്രതിസന്ധികൾ, കാലാവസ്ഥാ വ്യതിയാനം, സാമ്പത്തിക മാന്ദ്യം, പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധേയമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് വിവിധ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനും സന്ദർശനങ്ങൾ സഹായിച്ചു. 97ാമത് ദേശീയ ശാസ്ത്ര കോൺഗ്രസിന് തിരുവനന്തപുരം ആതിഥേയത്വം വഹിച്ചു. നൂറ്റാണ്ടിന്റെ വെല്ലുവിളികൾ നേരിടുന്നതിനുള്ള ഗവേഷണങ്ങൾക്കും രാജ്യത്തെ അടിസ്ഥാന വിദ്യാഭ്യാസം നവീകരിക്കുന്നതിനും മുൻഗണന നൽകണമെന്ന നിർദ്ദേശത്തോടെയാണ് ശാസ്ത്ര കോൺഗ്രസ് സമാപിച്ചത്.
അടുത്ത IPL സീസണിൽ കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് സ്വന്തം ടീമിനു വേണ്ടി ആർപ്പ് വിളിക്കാം. റോന്തേവു സ്പോർട്സ് വേൾഡ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിലുള്ള കൊച്ചി IPL ടീം അടുത്ത സീസണിൽ കളിക്കും. AK ആന്റണി, KN ബാലഗോപാൽ, TN സീമ എന്നിവർ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തുന്ന ആദ്യ വനിത എന്ന ബഹുമതി TN സീമയ്ക്ക് സ്വന്തം. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമായി നൽകാനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നത് 2010. കേരളത്തിലെ ദേശീയപാതകൾ 45 മീറ്റർ വീതിയിൽ വികസിപ്പിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ദേശീയപാത 60 മീറ്റർ വീതിയിൽ വികസിപ്പിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചിരുന്നു. ദേശീയപാത വികസനം സംബന്ധിച്ച തർക്കങ്ങളും കുടിയൊഴിപ്പിക്കുന്ന ജനങ്ങളുടെ പ്രതിഷേധവും ഏറെനാൾ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തെ കലുഷിതമാക്കിയിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് മാണി ഗ്രൂപ്പുകളുടെ ലയനമാണ് 2010 ശ്രദ്ധേയമായ രാഷ്ട്രീയ നീക്കം. ഐക്യ കേരള കോൺഗ്രസ് എന്ന ആശയം ദീർഘനാളായി ചർച്ച ചെയ്തിരുന്നെങ്കിലും അപ്രതീക്ഷിതമായാണ് മാണി ജോസഫ് ഗ്രൂപ്പുകൾ ലയിച്ചത്. ലയനത്തിനായി മുമ്പ് പരിശ്രമിച്ചിരുന്ന മറ്റു കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളെ പരിഗണിക്കാതെയാണ് ഐക്യ കേരള കോൺഗ്രസ് രൂപം കൊണ്ടത്. ലയിച്ചു വളരുന്നതിനിടയിലും ജോസഫ് ഗ്രൂപ്പിൽ ഒരു പിളർപ്പുണ്ടായി. PC തോമസിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ലയനം ബഹിഷ്കരിച്ചു. ഇടതുമുന്നണിയിൽ തുടർന്നു പോകാനുള്ള PC തോമസ് ഗ്രൂപ്പിന് ഇടതുമുന്നണി ഒരു മന്ത്രിസ്ഥാനം സമ്മാനവും നൽകി. PJ ജോസഫിനൊപ്പം പോകാൻ വിസമ്മതിച്ച V സുരേന്ദ്രൻപിള്ളയ്ക്ക് തുറമുഖ യുവജന വകുപ്പുകളുടെ മന്ത്രിസ്ഥാനമാണ് ലഭിച്ചത്. KM മാണിയാണ് ഐക്യ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ. PJ ജോസഫ് വർക്കിംഗ് ചെയർമാനുമായി. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ മാറ്റം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണ്. LDFന് കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിലുണ്ടായത്. തൃശൂർ, കൊച്ചി കോർപ്പറേഷനുകൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം UDF പിടിച്ചെടുത്തു. ഗ്രാമപ്രദേശങ്ങളിലും വൻ മുന്നേറ്റമാണ് UDF നടത്തിയത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷിന്റെ ലോക്സഭാംഗത്വം ഹൈക്കോടതി കഴിഞ്ഞ ജൂലൈ 26 റദ്ദാക്കി. പട്ടികവർഗ സംവരണ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച കൊടിക്കുന്നിൽ പട്ടികവർഗക്കാരൻ അല്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി വിധി. കൊടിക്കുന്നിൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. മലപ്പുറത്ത് വിഷക്കള്ള് ദുരന്തത്തിൽ 24 പേർ മരിച്ചതാണ് കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തം. പ്രവാചക നിന്ദയുടെ പേരിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകന്റെ കൈവെട്ടിയ കേസ് സാംസ്കാരിക കേരളത്തെ ലജ്ജിപ്പിച്ചു. TJ ജോസഫ് എന്ന അധ്യാപകനെയാണ് അമ്മയുടെയും സഹോദരിയുടെയും മുന്നിലിട്ട് അക്രമികൾ വെട്ടിയത്. അദ്ദേഹത്തെ മാനേജ്മെന്റും കൈവിട്ടതോടെ സംഭവം മനുഷ്യാവകാശ പ്രശ്നമായി മാറി. ബംഗളൂരു സ്ഫോടന കേസിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ച് PDP നേതാവ് അബ്ദുൾ നാസർ മഅദനിയെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു. മഅദനിയുടെ അറസ്റ്റ് സംബന്ധിച്ച് ഉയർന്ന വിവാദങ്ങൾ ദിവസങ്ങളോളം കേരളം ചർച്ച ചെയ്തു. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ മഅദനി ജയിലിലായിരിക്കെ മോചനം ആവശ്യപ്പെട്ട് തമിഴ്നാട് ഗവൺമെന്റിന്റെ ബസ് കത്തിച്ച കേസിൽ മഅദനിയുടെ ഭാര്യ സൂഫിയ മഅദനി 10ാം പ്രതിയാണെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയത് മഅദനിക്കും PDPക്കും തിരിച്ചടിയായി. PSC നിയമന തട്ടിപ്പും ലോട്ടറി വിവാദവും കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കലുഷിതമാക്കിയെങ്കിലും എൻഡോസൾഫാൻ വിവാദം കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഇത് സംബന്ധിച്ച് ദുരിതബാധിതരുടെ വർഷങ്ങളായുള്ള ആവശ്യങ്ങൾ മനുഷ്യാവകാശ പ്രശ്നമായി ഉയർന്നു വന്നതും 2010 ശ്രദ്ധേയമായ നേട്ടം തന്നെ. തിരുവനന്തപുരം ദൂരദർശന്റെ രജത ജൂബിലി വർഷമായിരുന്നു 2010. ദൃശ്യമാധ്യമ രംഗത്ത് വഴികാട്ടിയായ ദൂരദർശൻ വാർത്താ വിഭാഗത്തിലുൾപ്പെടെ പുതിയ ശൈലിക്ക് രൂപം നൽകാൻ രജത ജൂബിലി വർഷത്തിൽ കഴിഞ്ഞു. ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷ പരിപാടികളാണ് ദൂരദർശൻ ഒരുക്കിയത്. രാജ്യത്തെ ആദ്യത്തെ ഫുള്ളി ഓട്ടോമേറ്റഡ് ന്യൂസ് റൂമായി തിരുവനന്തപുരം ദൂരദർശൻ മാറി. രജത ജൂബിലി വർഷത്തിൽ സുസ്ഥിര വികസന രംഗത്ത് മികച്ച മാതൃകകൾ കണ്ടെത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി ദൂരദർശൻ ഒരുക്കിയ ഗ്രീൻ കേരള എക്സ്പ്രസ് റിയാലിറ്റി ഷോ ഏറെ ശ്രദ്ധേയമായി. സൈബർ ലോകത്ത് ഏറ്റവും വലിയ മലയാളി കൂട്ടായ്മയുടെ രൂപീകരണത്തിനും 2010 സാക്ഷിയായി. ഫേസ്ബുക്ക് സോഷ്യൽ നെറ്റ്വർക്കിന്റെ സാധ്യതകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച മലയാളനാട് കൂട്ടായ്മ ആഗോള മലയാളത്തിന് സൈബർ ലോകത്ത് ലഭിച്ച ഏറ്റവും വലിയ ഇടമായി. എൻഡോസൾഫാൻ വിഷയത്തിൽ മലയാളനാടിന്റെ പ്രതിരോധവും ശ്രദ്ധേയമായിരുന്നു. മുഖ്യധാര അച്ചടി മാധ്യമങ്ങൾക്ക് ഭാവിയിൽ വെല്ലുവിളിയാകാവുന്ന തരത്തിൽ ഈ സൈബർ മാഗസിൻ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം കൊണ്ടുവന്നതിലൂടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകാനും 2010 സംസ്ഥാനത്തിന് കഴിഞ്ഞു. സ്ത്രീ പുരുഷ സമത്വത്തിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ്പാണ് 50% സ്ത്രീ സംവരണം. സംസ്ഥാന മൃഗം, സംസ്ഥാന പക്ഷി എന്നിവയ്ക്കൊപ്പം ഇനി മുതൽ സംസ്ഥാന മത്സ്യവും. കരിമീനിനാണ് സംസ്ഥാന മത്സ്യം എന്ന പദവി ലഭിച്ചത്. രൂക്ഷമായ വിലക്കയറ്റം സംസ്ഥാനത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ച വർഷമാണ് 2010. പോയ വർഷത്തെ എല്ലാ ആഘോഷാവസരങ്ങളിലും വിലക്കയറ്റം സാധാരണക്കാരൻ്റെ കൈപൊള്ളിച്ചു. അവശ്യ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാ വസ്തുക്കൾക്കും തീ വിലയാണ് സംസ്ഥാനത്ത് ഇപ്പോഴുള്ളത്. സ്വർണത്തിൻ്റെ റെക്കോർഡ് വില ആഭരണ വിപണിയെ മാന്ദ്യത്തിലാക്കിയിട്ടുണ്ട്.
മഞ്ഞലോഹം ഇത്രയും വിലയിലെത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്.